ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രാവലിംഗ് തോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുങ്ങുന്നത്ത് KVMS ജംഗ്ഷൻ അടുത്താണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇവിടുത്തെ കുറച്ച് നല്ലവരായ നാട്ടുകാരെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിപൊളി പ്രസ്ഥാനങ്ങളുമാണ്. എന്നത്തെ പോലെയും ഇന്നും നിങ്ങൾക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡ് ആണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് ജ്വല്ലറിൽ നിന്നും വാങ്ങിയ സ്വർണ്ണമാണെങ്കിലും ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുവാൻ മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. കേരളത്തിലെവിടെയും ആരുടെയും സ്വർണം അതെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് കുറുങ്ങുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ട്രാവലിംഗ് തോട്ട്സിന്റെ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കൂട്ടുകാരെ, മഴ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് തുടങ്ങാം. വാം. നമ്മളൊരു പച്ചക്കറി കട കണ്ടു, നമുക്ക് അവിടെ വരെ കയറിട്ട് വരാം. ഹായ് ചേട്ടന്മാരെ, നമ്മളൊരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പച്ചക്കറി കട കണ്ടു വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓണത്തിന്റെ തിരക്ക് ഓണത്തിൻ്റെതായ വലിയ വിലയൊന്നും വർദ്ധിച്ചിട്ടില്ല. സാധാരണഗതിയിലുള്ള ഈ കഴിഞ്ഞ വാരങ്ങളിലൊക്കെ ഉള്ള വിലയുള്ളൂ. പ്രത്യേകിച്ച് വിലയൊന്നും കൂട്ടില്ല. ബീൻസിനൊക്കെ ഒരു 5-6 രൂപയുടെ കൂടുതലേ ഉള്ളൂ. എല്ലാം ഏറ്റവും ഫ്രഷ് പച്ചക്കറികളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വിലയുള്ളൂ. ഓണത്തിൻ്റെതായിട്ട് വില കൂടുതലൊന്നുമില്ല. വില കൂടുതലൊന്നുമില്ല, ഇതുവരെ അങ്ങനെ കൂടിയിട്ടില്ല. ഏത്തയ്ക്കൊക്കെ ആണെങ്കിലും ഓണം വില കുറവാണ്. ഇതിപ്പോ 2 കിലോ 100 രൂപയ്ക്ക് വിൽക്കുന്നു. കിലോ 50 രൂപ വിലയുള്ളൂ. ഏത്തയ്ക്ക നല്ല നാടൻ ഏത്തയ്ക്കയാണ്. ഓണത്തിന്റെ മെയിൻ സംഭവമാണ് ഏത്തയ്ക്ക. വില ഇതുവരെ കൂടിയിട്ടില്ല. ഉപ്പേരി വറക്കാത്ത ഒരു ഓണം ഇല്ല നമുക്ക്. നമ്മുടെ ഈ മഴയൊക്കെ പച്ചക്കറി വരാനായിട്ട് മഴ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? മഴ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ കൂടുതലും പിന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് പച്ചക്കറി വരുന്നത്. അതുകൊണ്ട് വലിയ വില വർധനമില്ല. ഈ തമിഴ്നാട് പച്ചക്കറികളൊക്കെ ഉള്ളൂ കൂടുതലായിട്ട് വില വർദ്ധിക്കത്തുള്ളൂ. കർണാടകയൊക്കെ ആയതുകൊണ്ടാണ് ഇതിന് വില കുറവായിട്ട് നിൽക്കുന്നത്. ഇത് ഏത്തക്കുലയൊക്കെ തമിഴ്നാടുണ്ട്, നാടനുണ്ട്, കർണാടകയിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ വില വർധന ഉണ്ടാകുകയല്ലേ ഈ പ്രാവശ്യം. നമ്മുടെ സാധനം ഒന്നും ആയിട്ടില്ല, ഇനി സാധനം വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ രാവിലെ വന്നത് കുറെ അടുക്കിക്കൊണ്ട് കണ്ടോ, എത്ര നല്ല മനോഹരമായ കാഴ്ച അല്ലേ. എല്ലാവരും ഇവിടെ അടുക്കി വെച്ചേക്കാൻ നോക്കി. നേരം പോലത്തെ സാധനം ലോഡ് ഇറക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ നല്ല ഇതായിട്ട് കാണാമായിരുന്നു. നോക്ക്, എന്റെ പൊന്നോ, പടവലങ്ങ കണ്ടോ, ആനക്കൊമ്പ് പോലത്തെ പടവലങ്ങയാണ്. നല്ല ഫ്രഷ് സാധനമാണ്. രാവിലെ ലോഡ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഹായ്, എന്നാ ചേട്ടാ വിശേഷമൊക്കെ ഇരിക്കുന്നു? മുട്ടായി അല്ല, മൈക്കാണ്. കേക്കണ്ടേ, പ്രഷർക്ക് കേക്കണ്ടേ? പറഞ്ഞേ, എന്താണ് ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. ഓണത്തിനെ കുറിച്ച് തന്നെ ഇപ്പൊ മഴ കാരണമുള്ള ഒരു മഴ മാറിയില്ലേ? മഴ മാറി, ഇന്നലെ വെയിലായിരുന്നു, ഇന്നിപ്പോ ഒരു മൂടലൊക്കെയാണ്. എല്ലാരും നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഓണം. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. നമ്മുടെ കുടുംബത്തെ ഒരു മുത്താണ്. നമുക്കൊന്ന് ആ ചേട്ടന്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഹലോ, എന്നാണ്ട് ആപ്പിളൊക്കെ അടുക്കി പറക്കുന്നേ ഉള്ളൂ? അതെ, പിന്നെ സാധനം വന്നതേ ഉള്ളൂ അല്ലേ? തൂക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് മുമ്പായിട്ട് പരിചയപ്പെടുത്തിക്കുക. പേരെന്ന് പറഞ്ഞു? എന്റെ പേര് റഷീദ്. ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് വണ്ടിയിൽ ഇട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നതാണ്. ആപ്പിളിന്റെ സീസണാണ്. അപ്പൊ മൊത്തം ആപ്പിളാണ്. ആപ്പിള്, മുന്തിരി, മാതള നാരങ്ങ, പേരയ്ക്ക. ആപ്പിള് 3 ഐറ്റം ഉണ്ട്. പറഞ്ഞു 3 ഐറ്റം ആപ്പിളിനെ കുറ്റിയെന്ന് പറഞ്ഞു. ഇതാകുമ്പോ തന്നെ ഇതാണ് റെഡ് ഗോൾഡ്. ഇത് 1 കിലോ 100 രൂപ. പിന്നെ ഇത് റോയൽ ആപ്പിളാണ്. ഇത് 120 രൂപ. പിന്നെ 160 രൂപയുടെ ഉണ്ട്. റോയൽ ആപ്പിൾ എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിലുള്ള ഒരു ആപ്പിളാണ്. സിംല ആപ്പിളാ. സിംല ആപ്പിൾ. ഈ ആപ്പിള് കഴിച്ചാൽ എങ്ങനെയാ, നമുക്ക് സൗന്ദര്യം കൂടുവോ? ആപ്പിള് കഴിച്ചാൽ സൗന്ദര്യം കൂടുകയും ചെയ്യും. ആപ്പിള് പിന്നെ പോഷകാഹാരമാണ്. പോഷകാഹാരങ്ങളാണ്. അപ്പോൾ ശരി, അപ്പൊ ഞങ്ങൾ വിലപ്പെട്ട സമയം തന്നില്ല, വളരെ നന്ദി. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. നമുക്ക് ആ ചേട്ടനോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ട് വരാം. ചേട്ടാ, എന്തുകൊണ്ട് വാർത്തകൾ പറഞ്ഞു? ചോദ്യം ചോദിക്കുവാണ്. കറക്റ്റ് ആൻസർ പറയുവാണെങ്കിൽ ഒരു കിടിലൻ സമ്മാനം ചേട്ടന് തരുന്നതാണ്. നമുക്ക് ശ്രമിക്കാം അല്ലേ? ചോദ്യം ഇതാണ്: തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയാമോ? അതിന് മൂളാൻ തോന്നുന്നു മൂളിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യമാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കിടിലൻ സമ്മാനം. എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ പാടുമ്പോൾ തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ടല്ല നടക്കുന്നത്. അതിന് മൂളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എപ്പോഴും മൂളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. കൂട്ടുകാരെ, നമ്മളിപ്പോൾ കുറുങ്ങുന്നത്ത് KVMS ജംഗ്ഷനുള്ള മടിയത്ത് ഫിറ്റ്നസ് ആൻഡ് അപ്ലയൻസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് പോയി ആ ഷോറൂമിനകത്തെ എല്ലാവിധ ഐറ്റംസുകളും ഒന്ന് കണ്ടേച്ചു വരാം. ഓക്കെ, ബാ.
ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? മഴയൊക്കെ മാറി, മഴ മാറി, നല്ല വെയില്. ഞങ്ങള് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടുത്തെ ഫിറ്റ്നസ് ഉപകരണങ്ങളെ പറ്റി ഒന്ന് അറിയാൻ ഞങ്ങൾ വന്നതാണ്. ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാലോ. ഓക്കെ. ഇത് ക്രോസ് ട്രെയിനർ എന്ന് പറയും, ഇലക്ട്രിക്കൽ ക്രോസ് ട്രെയിനർ. ഫുൾ ബോഡി വർക്കൗട്ട് കിട്ടുന്ന മെഷീനാണ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റും കലോറീസും ഒക്കെ ബേൺ ചെയ്യാനും ജോയിന്റ് പെയിൻ ഒക്കെ കുറയാനും പിന്നെ നല്ല വെയിറ്റ് കുറയാനൊക്കെ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ചവിട്ടാം. കുഴപ്പമില്ല. അടിപൊളി സംഭവം. ഇരുന്നോണ്ടും നിന്നോണ്ടും ചവിട്ടാം. രാവിലെ ഇരുന്നിട്ട് 1 മണിക്കൂർ ചവിട്ടിയാൽ മതി അല്ലേ? എന്നും ഡെയിലി ചെയ്യണം. എന്നും ചെയ്താൽ നമുക്ക് വ്യത്യാസം അറിയാം. നമ്മുടെ കൊഴുപ്പുകളെല്ലാം കുറയും. അതെ, ബോഡി ഫിറ്റായി കിട്ടും. വണ്ണമൊക്കെ കറക്റ്റ് ആയിട്ട് നിന്നോളൂ അല്ലേ? ഇത് കൊള്ളാലോ. ഡംബൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കിലോ റേറ്റാ വരുന്ന ഡംബൽസിന്. വെയിറ്റ് അനുസരിച്ചാ? കിലോ 220 രൂപ ആ റേഞ്ച് ഒക്കെ വരും. 1 കിലോ തൊട്ട് 10 കിലോ വരെ ആ റേഞ്ചിലൊക്കെ ഉള്ളതുണ്ട്. അതെ, വെയിറ്റ് അനുസരിച്ച് റേറ്റ് കൂടും. പിള്ളേർക്ക് വേണേലും ഉപയോഗിക്കാം. രാവിലെ ഇതെടുത്ത് 1 മണിക്കൂർ നല്ലതാണ്. അത് ശരി. ഓക്കെ. ആഹാ, ഇത് കൊള്ളാമല്ലോ. അടിപൊളി സംഭവമൊക്കെയാണല്ലോ. ഇത് മോട്ടറൈസ്ഡ് ട്രെഡ്മില്ലാണ്. സ്റ്റാർട്ടിങ് ഒരു യൂസർ വെയിറ്റ് ഒരു 110 കിലോ തൊട്ട് ഒരു 130 കിലോ വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. 110 കിലോ വെയിറ്റ് ഉള്ളവർ 130 വരെയുള്ള വെയിറ്റുകാർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ രാവിലെയൊക്കെ നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ് ഒരു 35,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ബജാജിന്റെ EMI സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ബജാജിന്റെ EMI സംവിധാനത്തിലൂടെ നമുക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളുണ്ട്, അത് വേണേലും ഉപയോഗിക്കാം. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. ഓക്കെ. അപ്പൊ ക്രെഡിറ്റ് കാർഡ് സൗകര്യത്തിൽ നമുക്ക് ഇവിടെ സാധനം എത്തിച്ചു കൊടുക്കാം. ഹോം ഡെലിവറി ആയിട്ടും സാധനം നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ വേറെ എന്താണ് നമുക്ക് ഇവിടെ കാണാനുള്ള കാഴ്ച? വേറെ ഹോം ജിം ഉണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ജിംനേഷ്യം പോലെ ഉപയോഗിക്കാം. അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ജിം അല്ലേ? ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ജിമ്മാ വീട്ടില്. ഇത് കണ്ടോ, അടിപൊളി സംഭവമല്ലേ? നോക്കിയേ, ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതൊരെണ്ണം വീട്ടിൽ മേടിച്ച് വെച്ചാൽ നമുക്ക് ബോഡിയൊക്കെ ഫിറ്റാക്കി ചെസ്റ്റൊക്കെ അടിപൊളിയാക്കി എടുക്കാൻ നമുക്ക് അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഈ ഐറ്റത്തെ കൂടെ കയറി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കയറുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ. കൊള്ളാം, അടിപൊളി സാധനം കേട്ടോ. നല്ല രാവിലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ്. ഇത് ചെറിയൊരു ഐറ്റമാണ്. വയറൊക്കെ അത്യാവശ്യം ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഐറ്റമാണ്. കാണിച്ചു തരാം. ഇതെല്ലാം ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, കിടക്കുക. കിടന്നിട്ട് ഇത് ഇരുന്നുകൊണ്ട് രാവിലെ ഇങ്ങനെ ഒന്ന് വെക്കുക. അയ്യടാ, ഇച്ചിരി പാടാണ്, ഒരു ടാസ്കാ. സൂപ്പർ, അടിപൊളി. അപ്പോൾ മടിയത്തെ ഫിറ്റ്നസ് ഉപകരണങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. സമയപരിധി മൂലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് കുറച്ച് സഹോദരിമാരെ കെട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ചെറിയൊരു ചോദ്യം ചോദിച്ചേക്കാം, അവരെ സമ്മാനം കൊടുത്തു വിടാം. അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ്. നിങ്ങളുടെ അതിന് മുമ്പായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ. എന്താ പേര്? ചേട്ടൻ അരുണ്. എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ചെറുകിട പഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ ആണോ? സീമ, ശാലിനി, സുൽഫി. ആഹാ, അടിപൊളി പേര് എല്ലാവരുടെയും. അപ്പം ഒരു ചോദ്യമാണ്. അപ്പം ആർക്കും ഉത്തരം പറയാം. പറയുന്നവർക്ക് ഒരു കിടന്ന സമ്മാനമുണ്ട്. തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. ആർക്ക് വേണം പറയാം ഉത്തരം? അല്ല, നോക്കി ശ്രമിച്ചു നോക്ക് എല്ലാവരും. ചേട്ടൻ ശ്രമിച്ചു. ചേട്ടൻ ആലോചിക്കുന്നുണ്ട്. സമ്മാനം കൊണ്ട് ചേട്ടൻ പോകും. അതുകൊണ്ട് തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട്? വാഗുണ്ടെന്നുള്ള ഉത്തരം വേണ്ട. ആ ഉത്തരം നമ്മൾ ചിറകുകൊണ്ട് അല്ല, തെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സമയം കളയണ്ട. പാടാൻ അറിയില്ലാത്തോണ്ട്. ചേച്ചി പേരെന്നുള്ള പറഞ്ഞ? സീമ. അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞ സീമ ചേച്ചിക്ക് നമ്മുടെ ഒരു കിടിലൻ സമ്മാനമാണ് നൽകുന്നത്. സമ്മാനം
സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡ് ആണ്. അപ്പോൾ സമ്മാനം നമുക്ക് ചേച്ചി കൊടുക്കാം. അപ്പം മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയാം. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും സ്വർണ്ണം എടുത്ത് വാങ്ങാനും വിൽക്കാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരത് പെട്രോളിയത്തിൻ്റെ ഓപ്പോസിറ്റിൽ കർട്ടൻ്റേതായിട്ടുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പേര് നോക്കിക്കോളൂ, സ്കൈ ലൈൻ കർട്ടൻ. നമുക്ക് അകത്തേക്ക് പോയി കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബയോ. ഹലോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? ചോറൊക്കെ ഉണ്ടോ? എന്നാ ഒരു സന്തോഷത്തിലായിരിക്കുന്ന എല്ലാവരും. അപ്പം ഇവിടെ കർട്ടനെ കുറിച്ചുള്ള വിശാലമായ ഒരു ലോകത്തെക്കുറിച്ച് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മനസ്സിലാക്കാനുണ്ട്. നമസ്കാരം. എന്താ ചേട്ടൻ്റെ പേര്? റോജി. അപ്പോൾ ചേട്ടനാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പറഞ്ഞോ ചേട്ടാ. ആദ്യമേ നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ആ കാണുന്ന ഈ മോഡലാണ് സീബ്ര ബ്ലൈൻഡ്സ്. ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിടാനും അടച്ചിടാനും പറ്റുന്ന ഒരു ടൈപ്പ് ഐറ്റമാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത്, റോമൻ ബ്ലൈൻഡ് എന്ന് പറയും. ഇത് നമുക്ക് ഇങ്ങനെ തുണി കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് ഇത് പൊക്കുകയും താക്കുകയും ചെയ്യുകയും നമുക്ക് ജനൽ കംപ്ലീറ്റ് ക്ലോസ് ആക്കിയൊക്കെയും ചെയ്യാൻ പറ്റും. ഇത് വിനീഷ്യൻ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിലേക്ക് ഉപയോഗിക്കുന്നൊരു ടൈപ്പാണ്. ഇതിങ്ങനെ നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും പകൽ സമയത്ത് വെട്ടം കിട്ടാത്ത രീതിയിൽ തുറന്നിടുകയൊക്കെ ചെയ്യാവുന്ന ഐറ്റമാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇതുപോലെ ട്രിപ്പിൾ കർട്ടനുകൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ട്രിപ്പിൾ കർട്ടനുകൾ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നറും യൂസ് ചെയ്യാം. ഈ മോഡൽ ഇന്നറൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ്. ഇത് നമുക്ക് പല ലേസുകളൊക്കെ വെച്ച് വേണമെങ്കിലും തയ്ച്ച് റെഡിയാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് PVC ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലടിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴും ഒക്കെ തടയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. PVC ബ്ലൈൻഡ്സ് ആണ്. ഓക്കെ, അത് കൊള്ളാമല്ലോ ചേട്ടാ, ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ഇതാണ് നമ്മുടെ പഴയകാല സിസ്റ്റങ്ങളിലൊക്കെ നമ്മുടെ മുള കൊണ്ടുള്ള അതിന് PVC-യുടെ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതേ മോഡൽ തന്നെ. ഇത് സ്ലൈഡിങ് മോസ്കിറ്റോ നെറ്റ്. നമുക്കിത് സാധാരണ എല്ലാവരും ഡോറ് പോലെ അതിന് പകരം ഇത് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്ന ടൈപ്പാണ്. അത് നമ്മൾ കൂടുതൽ എവിടെയാണ് അത് കൂടുതലും വീടുകളിലുള്ള ജനലുകൾക്ക് ഉപയോഗിക്കുന്നത്. ജനൽ ഡോറിനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും ചേട്ടാ? ഇത് നമുക്ക് ഒറിജിനൽ ബാമ്പു, നമ്മൾ പണ്ട് കാലത്ത് മുളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം സാധനം തന്നെ നമ്മളിപ്പോൾ ഇത് നമ്മൾ തന്നെ ഇതുകൊണ്ട് നെയ്ത്തുകാരെ വഴി നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ അടുത്താണ് മാറ്റുകളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ നമുക്ക് പല വീതിയിലുള്ള മാറ്റുകളുണ്ട്, പല ടൈപ്പുകൾ, ഇതുപോലുള്ള പല വെറൈറ്റികൾ മാറ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമനുസരിച്ചും പല ടൈപ്പുകളുണ്ട്. അതിൻ്റെ പല കളറുകളുണ്ട്. ഇതൊക്കെ ഹോളിലൊക്കെ ഹോളിൽ ഇടാവുന്നതും നമുക്ക് സിറ്റ് ഔട്ടിലും ഒക്കെ ഇടാവുന്ന, നമുക്ക് വെള്ളമൊക്കെ ചവിട്ടി കയറുമ്പോഴത്തേനും അത് എന്നാതിരിക്കുന്ന ടൈപ്പ് റബ്ബറും ഒക്കെ കൂടി ചേർന്ന ഐറ്റങ്ങളാണ്. ഇത് കുഷ്യൻസ്, പുതിയ രീതിയിലുള്ള കുഷ്യൻസ് കവറുകൾ. നമുക്ക് അത് പല രീതിയിൽ ലേസൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടൈപ്പുകളുണ്ട്. ഇതെന്തായിരിക്കുന്നു? ഇത് ഇത് ഹെയർ ഡ്രൈൻ ടവൽ എന്ന് പറയും. അതായത് നമുക്ക് ഈ കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ സാധനം ഇങ്ങനെ ടർക്കി പോലെ നമുക്ക് ഇതുപോലെ തലയിലിട്ട് ഇങ്ങനെ വെള്ളം വരുമ്പോൾ നമ്മൾ ഇതുപോലെ തലയിലിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് തലമുടി ഇങ്ങനെ തിങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളാലോ. തോർത്ത് തല കണ്ടോ? അതിന് പകരം ചേട്ടാ, ഇത് സൂപ്പർ കർട്ടനാണല്ലോ ചേട്ടാ, വെറൈറ്റി ആണല്ലോ മൊത്തം. ഞങ്ങളൊരു പ്രത്യേക എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ലേസൊക്കെ പിടിപ്പിച്ച് ഇത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടൈപ്പ്. നമ്മളിവിടെ തന്നെ ചെയ്യുന്നതല്ലേ? അതെ, നമ്മളത് സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഐറ്റങ്ങളാണ്.
ഇത് ബാക്കിയുള്ളിടത്ത് ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പാറ്റേൺ വ്യത്യസ്തമാണല്ലോ. ഇത് നമ്മുടെ കയ്യിലുള്ള റെഡിമെയ്ഡ് കർട്ടനുകളാണ്. അതിനകത്ത് തന്നെ പല വെറൈറ്റീസ് ലേസ് പിടിപ്പിച്ചതും ഹക്കോബ അങ്ങനെയുള്ള ഐറ്റങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തയ്ച്ചിരിക്കുന്ന ഒരു മോഡലാണ്. റെഡിമെയ്ഡ് വരുന്ന ഇതിന്റെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഈ ഇവിടെ ഉണ്ട്. ഒത്തിരി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തരം തുണി ഐറ്റങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ചേട്ടാ ഇതിന്റെ ഒന്ന് പറഞ്ഞു ചേട്ടാ. ഇത് പുതിയ മോഡലുകളാണ്. ഇപ്പോഴത്തെ പുതിയ ലിനൻ, ജൂട്ട് അങ്ങനെയുള്ള മെറ്റീരിയലുകളുടെ പുതിയ സാമ്പിൾസ് ആണ് നമ്മുടെ ഇതിൽ. ഇതെല്ലാം ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ്. ഇതെല്ലാം പല വെറൈറ്റികൾ, പല ബ്രാൻഡുകൾ. നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ. അതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഒത്തിരി വെറൈറ്റികൾ, നെറ്റുകൾ, എംബ്രോയിഡറി ആവശ്യത്തിനുണ്ടല്ലോ ചേട്ടാ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഒരു 10,000 ബുക്സ് തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ 1000 ഡിസൈൻസുകൾ വെച്ച് നമുക്ക് ഏത് വെറൈറ്റി ഉണ്ട്. ഇതൊന്നും കാണും. ഇത് കൊള്ളാം കേട്ടോ. ഈ മോഡൽ ഇപ്പൊ മുമ്പേ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ കുറച്ച് മോഡൽ ഇതുണ്ട്. ആഹാ സൂപ്പർ. ഇത് നെറ്റ് മോഡലാണോ? അത് നെറ്റ് മോഡലാണ്. അത് ഇന്നറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നെറ്റ് മോഡലുകളാണ്. ഇതൊക്കെ ഇന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ്. ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് പറന്ന് പോവുക. ഇതിന്റെ ആവശ്യമനുസരിച്ച് ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ ഈ നൂല് കെട്ടിയിട്ടേക്കുന്നത് ഇത് നമ്മൾ ഈ ഷോയ്ക്ക് ഇടുന്ന ഒരു നൂൽക്കട്ടൻ എന്ന് പറയുന്നതാണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ നൂലിന്റെ പല വെറൈറ്റീസും പല കളർ. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും? സാറിന് നമ്മുടെ ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് കയറുന്ന പാസേജുകളിലൊക്കെ അകമ്പുറം കാണാം ഉള്ളിടത്ത് ഇടുന്ന അത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനം. കൊള്ളാം. പിന്നെ ഇത് നമ്മള് മാറ്റുകളുണ്ട്. നമുക്ക് ഈ ഫ്ലോർ മാറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ ബാത്റൂമിനകത്ത് ഉപയോഗിക്കുന്ന ബാത്റൂം മാറ്റുകൾ. ഇതുപോലത്തെ ഇതുണ്ടോ? ഇതാണെങ്കിൽ തെന്നിയല്ലാത്ത നമുക്ക് ബാത്റൂമിലേക്ക് വെറൈറ്റി ഐറ്റംസ്. അതായത് ബാത്റൂമിൽ നമുക്കിത് സ്ലിപ്പ് ചെയ്യല. അപ്പോൾ നമുക്ക് ടൈലിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് ആൾക്കാർ തെന്നി വീഴാതിരിക്കും. അതിനുള്ള പല വെറൈറ്റീസ് ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ ഇതിനടിയിലാണെങ്കിൽ ബുഷൊക്കെ ഉള്ളതാണ്. അടിപൊളി. ടൈലിലേക്ക് നല്ല പ്രസ് ചെയ്ത് നിൽക്കും. ഇത് കൊള്ളാം കേട്ടോ. പല വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ പല കളറുകളൊക്കെ ഉണ്ട്. നമ്മുടെ ടൈലിന് ചേർന്ന കളറുകളൊക്കെ ഉപയോഗിക്കാവുന്നതുണ്ട്. ഇതിന്റെ ബാക്കിൽ ഇതുണ്ടോ? നമ്മുടെ തറയിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തെന്നിപ്പോകാതെ തന്നെ അവിടെ കിടന്നോളും. അതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അനങ്ങത്തില്ല. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ ടൈലിന്റെ അതേ കളറിലേക്ക് ഇത് വരുന്ന ടൈപ്പുകളൊക്കെ ഉണ്ട്. അതിന്റെ പല കളറുകൾ, പല ഡിസൈനുകൾ അല്ലേ? പല ഡിസൈനുകൾ, പല കളറുകൾ, പല മോഡലുകളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കാർപ്പറ്റ് ഐറ്റങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ കാർപ്പറ്റ് ഐറ്റങ്ങൾ, അതിൻ്റെ ഇതുപോലത്തെ റോളുകൾ നമുക്ക് ഇങ്ങനെ 5x3, 4x2 അങ്ങനെയുള്ള പല വെറൈറ്റീസ് ഇങ്ങനെയുള്ള നമുക്ക് ഓരോ റൂമിന് പറ്റുന്ന ടൈപ്പിലുള്ള കാർപ്പറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കൊള്ളാലോ സംഭവം. ഇതെന്നാ? ഇത് ഈ നമ്മൾ കർട്ടൻ ഇടുന്ന പൈപ്പിന്റെ സൈഡിൽ വെക്കുന്ന ഡൂമുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അതിന്റെ ഇത് കണ്ടോ? ഒത്തിരി ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെ വുഡന്റെ ഫിനിഷ് ഉണ്ട്. സ്റ്റീലിന്റെ ഫിനിഷിംഗ് ഉണ്ട്. അത് ശരി. പിന്നെ അലുമിനിയം, അങ്ങനെ പൗഡർ കോട്ടിങ്, അങ്ങനെയുള്ള ഏത് കളർ വേണേലും നമുക്ക് ഇതുണ്ട്. കർട്ടൻ മാത്രമല്ല അതിന്റെ ഫിറ്റിംഗ്സുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. സംഭവം. പിന്നെ ഇത് വെറൈറ്റി കുഷ്യൻസുകൾ നമ്മൾ ഈ കാറിലൊക്കെ വെക്കുന്ന പഴയ രാജാക്കന്മാർ തല ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനത്തെ നല്ല കുഷ്യൻസ് ആണ് വണ്ടികളിലൊക്കെ ബാക്ക് സൈഡിലൊക്കെ വെക്കുന്ന കുഷ്യൻസുകള് കാറിലൊക്കെ വെക്കാം. കൊള്ളാം. ഇത് കൊള്ളാലോ. വെറൈറ്റി ആണല്ലോ സംഭവം. ഇതുപോലെ പല കളറുകൾ നമുക്കിവിടെ ഉണ്ടല്ലേ? ഉണ്ട്. പല കളറുകൾ, ഇഷ്ടം പോലെ കളർ. ഏത് ടൈപ്പ് വേണേലും നമ്മുടെ കയ്യിലുണ്ട്. നല്ല അടിപൊളി ബെഡ്ഷീറ്റ്. ഇതേ നോക്ക്, കാണിച്ചേട്ടാ ഇതിനെപ്പറ്റി. ഇത് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഫാമിലി കിങ് സൈസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ MRPയുടെ ഏതാണ്ട് ഒരു 1/3 വിലയിലാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ പല വെറൈറ്റികൾ, പല ഡിസൈൻസുകൾ, ഇഷ്ടം പോലെ ഡിസൈൻസുകൾ. 90, 100, 100, 60, പല ഏത് സൈസും ഉണ്ട്. അതിന്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. സ്മൂത്താ സാധനം. പിന്നെന്താ ഇതുണ്ട്. പുതിയ വെറൈറ്റി ചെയർ ബാഗ് ആണ്. ഇപ്പം നമ്മുടെ വീടുകളിലെ സെറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഏറ്റവും പുതിയ വെറൈറ്റീസ് ആണ് ഇത്. കൊള്ളാം. സൂപ്പർ. ഇതിന്റെ ഈ കളറേ ഉള്ളൂ? അല്ലല്ല, ഇതിന്റെ ഒരു 10-20 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ? പല കളറുകൾ അല്ലേ? ഇഷ്ടം പോലെ കളേഴ്സ് സാധനം ഇവിടെ അവൈലബിൾ ആണ്. ഏത് കളറാണ് ഇതിനകത്ത് കൂടുതൽ നമുക്ക് ഓർഡർ പോകുന്നത്? ഇപ്പൊ എല്ലാവരും കൂടുതൽ ഈ ലൈറ്റ് ഷെയ്ഡുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാം. ലൈറ്റ് കളർ ആകുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ നല്ല ഭംഗിയായിരിക്കും ഇതിട്ട്. ലൈറ്റ് കളർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ആ തിക്നെസ് അത്രയും തന്നെ ഉള്ള കട്ടിയുള്ള നല്ല മെറ്റീരിയൽ ആണ്. നമുക്ക് ഇത് നമ്മുടെ സെറ്റ് ചെയ്യുന്ന തെന്നിപ്പോകാത്ത രീതിയിലുള്ള കട്ടിയുള്ള ആ ഒരു വെറൈറ്റി. അപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ കളക്ഷനുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നല്ല കർട്ടൻസിന്റെ ഒരു ലോകമാണ് ഇതിനകത്ത്. ചെറിയ കടയാണെങ്കിലും ഇതിനകത്ത് നിറച്ച് സാധനങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. അതുപോലാണ് ഇവിടെ
അടുക്കി വെച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല, അടുത്ത ടേബിൾ മാറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം. ഇത് ടേബിൾ മാറ്റ് നമുക്ക് മേശയിലൊക്കെ വിരിക്കാനും അതിനുള്ള അങ്ങോട്ട് സെറ്റായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. നമുക്കൊരു കുറഞ്ഞ ബജറ്റിൽ നമ്മുടെ വീടുകളിലെ മേശകൾ സുന്ദരമാക്കാൻ വേണ്ടി ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പും ഉണ്ട്, തുണിയുടെ ടൈപ്പും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ജൂട്ട് മോഡലോ ഇതുപോലത്തെ ജൂട്ട് പോലത്തെ ഇത് കൊള്ളാമല്ലോ, അങ്ങനെയുള്ള ഐറ്റങ്ങള്. പിന്നെ ക്ലോത്ത് എംബ്രോയിഡറി മോഡല്. അപ്പൊ റോയ് ചേട്ടാ വളരെയധികം നന്ദിയുണ്ട്, ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇത് പ്രഷറെ ഇത് ഒരു എപ്പിസോഡ് നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല. നമ്മൾ പുറത്തു നിന്ന് കണ്ടവരല്ല, അകത്ത് അതിവിശാലമായ ഒരു ഷോറൂം, ഒരു കലവറ ആണെന്ന് പറയാം. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഭാരത് പെട്രോളിയത്തിന്റെ ഓപ്പോസിറ്റ് സ്കൈലൈൻ കർട്ടൻ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടുത്തെ കളക്ഷൻസുകൾ നേരിട്ട് കാണുക. ഓക്കെ ചേട്ടാ, ശരി എന്നാ. ഓക്കെ പ്രഷറെ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അവരെ സമ്മാനം നൽകി അവരെ പറഞ്ഞു വിടാം. അപ്പോൾ എവിടെ നിന്ന് വരാം? നിങ്ങൾ പേരെന്നാ? എല്ലാവരും എന്ത് ചെയ്യുന്നു? മുണ്ടക്കയം തന്നെ. പേരെന്നാ? സാനിയ. പേരെന്നാ പറഞ്ഞു? ടീനു. അപ്പം നമ്മളൊരു കുസൃതി ചോദ്യം ചോദിക്കുവാണ്. കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ഒരു കിടിലൻ സമ്മാനമുണ്ട്. ചോദിക്കട്ടെ? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? ആർക്ക് വേണമെങ്കിലും പറയാം. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ കുസൃതി ചോദ്യമാണ്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? ഇവിടെ ചോദിച്ചു, പേര് ചോദിച്ചില്ല. എന്താ പേര് പറഞ്ഞത്? അജ്മി. ഫർഹാന. അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടല്ലോ. തേനീച്ച വാഗുണ്ട്. തെറ്റാണ്. എന്തുകൊണ്ടാ? മൂക്കുണ്ടോ? മോനെ പേരെന്നാ? അമീൻ. നമ്മളെ ചോദ്യം കേട്ടല്ലോ നിങ്ങള്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ കിടലൊരു സമ്മാനം ഇപ്പൊ തന്നു വിടുക. പൂവൊക്കെ തരാം. പേര് പറഞ്ഞേ? ജോയൽ. അടിപൊളി പേരാണ്. അപ്പൊ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് പറഞ്ഞേ? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? ആർക്ക് വേണം പറയാം കേട്ടോ. ഒരാൾക്ക് സമ്മാനം. ഹലോ കൂട്ടുകാരെ, സാക് സ്പോർട്സ് ഒരു അടിപൊളി ഷോറൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സ്പോർട്സ്, ഗെയിംസ്, ഫിറ്റ്നസ് എന്നിവയുടെ ഒരു അടിപൊളി കിടുക്കാച്ചി അക്സസറീസിന്റെ ഒരു ഷോറൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാ. ഹലോ ഭായി, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷമൊക്കെ? മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയി അടിപൊളിയായി അല്ലേ? നമുക്കപ്പം ഇവിടെ കയറി വന്നപ്പം തൊട്ടേ എനിക്ക് മൊത്തത്തിലൊരു എന്താ പറയാന്ന് അറിയത്തില്ല, മൊത്തം സ്പോർട്സിന്റെ ഒരു എന്നാ പറഞ്ഞേ, മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് വാരിയേക്കുക. അപ്പൊ നമുക്കിത് എവിടെ നിന്ന് തുടങ്ങണം? ജേഴ്സി തുടങ്ങിയേക്കാം. ബാ, തുടങ്ങിയേക്കാം. എല്ലാ ആൾക്കാരുടെയും ജേഴ്സി ഉണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഷട്ടിലുണ്ട്, ഷട്ടിൽ ബാറ്റുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണല്ലേ? നമ്മൾ സ്ട്രിങ് ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ ബോള്, എല്ലാ ഐറ്റം ബോളും ഉണ്ടല്ലേ? ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, എല്ലാ ബോളുകളും. അത് ശരി. ആ വെറുതെ ആയിരിക്കും, ചുമ്മാ ഇങ്ങനെ തട്ടി കളിക്കാം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഈ വന്നു കഴിഞ്ഞാല് അപ്പം ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്. ഓക്കെ. എല്ലാം നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കും അല്ലേ? ആരും എടുത്തോണ്ട് പോകണ്ടെന്ന് ഓർത്തണം. അപ്പോൾ ബാറ്റ് പഴയ ഓർമ്മ എല്ലാ റേഞ്ചിലുള്ള ബാറ്റുകൾ, അതായത് പ്രൊഫഷണൽ ഒരു 18,000 വരെ 400 രൂപ, 100 രൂപ, 200 രൂപ തുടങ്ങി എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഷട്ടിൽ ബാറ്റിന്റെ റേറ്റ് ഷട്ടിലും അതുപോലെ തന്നെ 400 രൂപ തുടങ്ങി ഒരു 20,000 വരെ ഷട്ടിൽ ബാറ്റ് ഇരിപ്പുണ്ട്. 400 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള ഷട്ടിൽ ബാറ്റുകളുണ്ട് നമുക്ക്. എല്ലാം ബിഗിനേഴ്സ് തൊട്ട് പ്രൊഫഷണൽ കളിക്കാർ വരെ കളിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാവും. വെള്ളത്തിൽ നീന്തൽകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കും. അതെ. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ബെൽറ്റ് നമുക്ക് അത്യാവശ്യം ജിമ്മിന്റെ നടുവിന് പ്രശ്നമൊന്നും വരാതിരിക്കും. അപ്പോൾ പിന്നെ ക്യാരംസ് ബോർഡ് അല്ലേ? ക്യാരം ബോർഡ് ഉണ്ട്. ഓക്കെ. ക്യാരമിന്റെ ആക്സസറീസ് ഉണ്ട്. സ്കേറ്റിംഗിന്റെ ആക്സസറീസ് ഉണ്ട്. സ്കേറ്റിംഗ് ഷൂ അത് അവിടെ ഇരിക്കുന്നത്. സ്കേറ്റിംഗിന്റെ പ്രേക്ഷകരെ സ്കേറ്റിംഗിന്റെ ആക്സസറീസ് ഉണ്ട്. ഇത് കാലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കൂടെ നടക്കണ്ട. നമുക്ക് ഇതെല്ലാം അങ്ങ് പോവാം. ഓക്കെ. സ്പീഡിൽ പോവാം. അതെ. പിന്നെ പോയിട്ട് ഇങ്ങോട്ട് വന്നു ഇതായതുണ്ടോ? അത്യാവശ്യം സൂപ്പർ സാധനം കേട്ടോ.
ഇത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ടോ ഇതല്ലേ? ഓക്കെ. കച്ചവടമില്ലാത്തപ്പോ അപ്പൊ ഇങ്ങോട്ട് ഇതല്ല മൊത്തം ബൂട്ട്സുകളാണല്ലോ. പിന്നെ ഷൂസ് വരുവാണെങ്കിൽ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും ബാസ്കറ്റ് ബോളിന്റെയും ബാഡ്മിന്റന്റെയും അങ്ങനെ എല്ലാം റണ്ണിങ് ജോഗിങ്. അത് ശരി, ഞാനിത് വെളിയിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ സാധാ ഷൂ ആണ്. ഓരോ ലെയർ ഓരോ ഐറ്റംസിന് ഐറ്റംസ് അല്ലേ? ഓ അത് ശരി. ഇതിന്റെ പ്രൈസ് എങ്ങനെ സ്റ്റാർട്ടിങ് എല്ലാം 700 രൂപ 500 രൂപ 600 രൂപ 700 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങും. 500 രൂപ നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് സ്പോർട്സ് ബൂട്ടുകൾ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രോഫീസ് ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ട്രോഫിയും കൊടുക്കും അല്ലേ? അത് ശരി. സ്പോർട്സിന്റെ തന്നെ ട്രോഫികളായിരിക്കും എല്ലാ ഐറ്റം, ഫുട്ബോള് അങ്ങനത്തെ ക്രിക്കറ്റിന്റെയും. പിന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസ് പിള്ളേർക്കൊക്കെ വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്നതും. അത് ശരി. എല്ലാം സപ്പോർട്ടുകളാണ്. എല്ലാം ഓരോരോ ആക്സസറീസുകളായിരിക്കും വരുന്നത്. എല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ? ഗ്ലൗസുകളും യൂസ് ചെയ്യുന്ന ഗ്ലൗസും ജിമ്മിലൊക്കെ പോകുമ്പോൾ കയ്യിലിടാനുള്ള ഗ്ലൗസുകളാണ് ഇവിടെ ഇരിക്കുന്നത്. യോഗ മാറ്റും എല്ലാം. പിന്നെ ഇൻഡോർ ഗെയിംസ് ആക്സസറീസ്. യോഗ ചെയ്യുമ്പോഴത്തേക്കും വിരിച്ച് കിടന്നതാണ് അതായത് യോഗ ചെയ്യാറുള്ളത്. സ്പോർട്സ് വെയർ ഉണ്ട് ഒരു സെക്ഷൻ മൊത്തം. ഷോർട്സും ലോവറും ടീഷർട്ടുകളും എല്ലാ ഐറ്റംസും. ഓക്കെ. കുട്ടികൾക്കായിട്ടുള്ള ചെസ്, ക്യാരംസ്, ലൂഡോ എന്ന് നിരവധി ഐറ്റംസുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. കണ്ടോ, നോക്കിയേ. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോളുകളാണ്. ഈ ടെന്നീസ് ബോള്. ഇതെന്നാ ഇരിക്കുന്നത്? ഇത് നമ്മുടെ സ്ട്രിങ്ങിങ് മെഷീനാണ് ബാഡ്മിന്റന്റെ. പ്രൊഫഷണലായിട്ട് നമ്മൾ സ്ട്രിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല മെഷീൻ, ഡിജിറ്റൽ മെഷീൻ തന്നെ ആയിരിക്കുന്നത്. അത് ശരി. ഇവിടെ വെച്ച് നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കും. സ്പോർട്ടിൽ ഒരു മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബാറ്റ് സ്ട്രിങ് ചെയ്ത് അപ്പൊ തന്നെ കൊണ്ടുപോകാം. അത് ശരി. പുതിയ ബാറ്റ് കൊള്ളാം, അടിപൊളി. ഇത് കേട്ടോ, നിരവധി ഡംബിൾസുകളാണ് ഇരിക്കുന്നത്. ചെറുത് മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യമേ ചെറുതൊന്നും എടുത്ത് നോക്കാം. കൊള്ളാലോ. രാവിലെ ഇതിനെ എടുത്ത് 2 പ്രാവശ്യം പിടിക്കുവാണ്. 2 ഡംബൽസ് ഉണ്ടെങ്കിൽ എല്ലാ ബോഡി പാർട്ടിനും ഉള്ള വർക്കൗട്ട് ആവും. ഇച്ചിരി പാടാ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. മസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ മേടിച്ചോണ്ട് പോയാൽ മതി. മേടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല, വർക്ക് കൂടെ ചെയ്യണം. ഓക്കെ. ഇതെന്നാ പോയിരിക്കുന്നത്? ഇതെന്നാ മീൻവലയോ? ഫുട്ബോളിന്റെ പോസ്റ്റാണ്. കട്ട് പോസ്റ്റ് ചെറിയ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൂട്ട്. അത് ശരി. അതാ വെച്ചാ ഇത് കൂട്ട് 2 കട്ട് പോസ്റ്റ് വരും. അപ്പൊ വീട്ടിലൊക്കെ ഇതുണ്ടോ പ്രഷർ? ഇതുണ്ടോ? ഇതാണ് ഐറ്റം. മീൻവലയൊന്നുമല്ല കേട്ടോ, ഇതാണ് സാധനം. ഇത് കൂട്ടി 2 കട്ട് പോസ്റ്റ് ഉണ്ട്. നമുക്ക് വീട്ടിൽ ഗാർഡനിലൊക്കെ കൊണ്ടുവച്ച പിള്ളേർക്കൊക്കെ ഇത് കൂടെ 2 കട്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലെ ഗ്രൗണ്ടിൽ അല്ലെ ഗാർഡനിലൊക്കെ കൊണ്ടുവച്ച് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ വരുന്നു സ്കേറ്റിംഗ് ബോർഡ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും 1000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. കണ്ടോ, നോക്ക്. അളവായി സന്തോഷമുണ്ട്. നമുക്ക് ഇവിടെ വരാൻ പറ്റിയതിലും ഈ ഷോറൂമിലെ ഈ കാഴ്ചകളെല്ലാം കാണുവാനും നമ്മുടെ പ്രേക്ഷകരിലോട്ട് ഇത് എത്തിക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെയിലി ഫിഷ് മാർക്കറ്റിന്റെ മുനമ്പൻ പൈപ്പിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ ചേട്ടൻ ഇപ്പോൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം ആദ്യമായിട്ട്. ചേട്ടാ പേരെന്താ? സുനീഷ്. സുധീഷ്, എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ ഇന്ത്യയിൽ വർക്കൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ചോദ്യമായിട്ട് വരാം. കുസൃതി ചോദ്യമാണ്, അതനുസരിച്ച് ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞാൽ കിട്ടുന്നൊരു സമ്മാനമുണ്ട്. ചോദിക്കാൻ പോവാണ്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട്? വർത്തമാനം പറയാൻ അറിയാമുള്ളതുണ്ട്. അതല്ല ആൻസർ അതല്ല. ഒന്ന് ആലോചിച്ചു. കുസൃതി ചോദ്യം ഒറ്റ പ്രാവശ്യം ഒന്ന് ആലോചിച്ചത്. കറക്റ്റ് അത് തന്നെ. തേനീച്ച എന്തുകൊണ്ട് മൂളുന്നു? അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ആളോട് പോകാം. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. ചേട്ടാ പേരെന്താ? ഷൈഫുദ്ദീൻ. എവിടുന്നാ വരുന്നത്? ഇവിടെ തന്നെ. സ്ഥിരമായിട്ട് നമ്മളോട് മീൻ മേടിക്കാൻ വരുന്നതാണോ? അതെ. അതല്ലേ. അപ്പൊ നമ്മൾ ചെറിയ കുസൃതി ചോദ്യമായിട്ട് വന്നതാണ്. ഉത്തരം പറഞ്ഞാൽ ഇടുക്കനൊരു സമ്മാനമുണ്ട്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്, ഒത്തിരി ഒന്നും ആലോചിക്കണ്ട. മൂളാൻ തോന്നിയുണ്ട്. അല്ല, ഒന്നുകൂടെ ചേട്ടൻ ഒന്ന് ആലോചിച്ചാൽ മതി. തേനീച്ച എന്തുകൊണ്ട് മൂളുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അക്കായോടൊന്ന് ചോദിക്കാം. അക്കായ്ക്കൊന്ന് പറയാമോ? ചോദ്യം ഇതാണ്, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? പാടാൻ അറിയാത്തതുകൊണ്ട്. അടിപൊളി ഉത്തരം, വളരെ കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടുന്നൊരു സമ്മാനമാണ് തരുന്നത്. മൈസൂർ ഗോൾഡിന്റെ സമ്മാനമാണ് നൽകാൻ പോകുന്നത്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മൈസൂർ ഗോൾഡ് ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. കാഞ്ഞിരപ്പള്ളി ഉണ്ട്,
കൊടുങ്ങൂരുണ്ട്, കുറുങ്ങത്തുണ്ട്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പിന്നെ മൈസൂർ ഗോൾഡിൽ നമ്മൾ ഗോൾഡ് ഇടപാട് നടത്താറുണ്ട്. ഗോൾഡ് കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട്, നല്ല വില കിട്ടാറുണ്ട്. എവിടെയാ? ഇവിടെ പൊൻകുന്നത്ത് തന്നെ. കാഞ്ഞിരപ്പള്ളിയിലുണ്ട് ബ്രാഞ്ചസ്, കൊടുങ്ങൂരുണ്ട്. നമ്മൾ പൊൻകുന്നതുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ചേട്ടൻ അറിയാം, നിങ്ങൾ മൈസൂർ ഗോൾഡിനെ കുറിച്ച് പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ പറയുവാണ്. മൈസൂർ ഗോൾഡ് കേരളത്തിൽ എവിടെയും പണയവിരിക്കുന്ന സ്വർണം വിൽക്കുവാനും വാങ്ങുവാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. അപ്പം മൈസൂർ ഗോൾഡ് നൽകുന്ന ഒരു ഉപഹാരം ഇവിടെ കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മൈസൂർ ഗോൾഡിനും. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം ഏത് ബാങ്കിൽ പണയവിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഉയർന്ന മൂല്യത്തിൽ അത് എടുത്ത് വിൽക്കുവാൻ മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. മുൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.